ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ബ്രെയിനിന് വിചാരിക്കുന്നത് ഈ ബ്ലൂ ലൈറ്റ് കാണുമ്പോൾ ഒക്കെ രാത്രി ആയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ബ്രെയിനിന് ഒരു ഫാൾസ് ഇൻഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല സ്ലീപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാവും. പിറ്റേ ദിവസം നമുക്കൊരു കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, വർക്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ഹാപ്പിനെസ്സിനെ അത് എഫക്റ്റ് ചെയ്യും. 9 മണിക്കൂറൊന്നും ഉറങ്ങിയിട്ട് കാര്യമില്ല, ഉറങ്ങുന്ന ടൈം ക്വാളിറ്റി ഉള്ളതല്ലാത്തതാണെങ്കിൽ കൂടിയും അതൊരു പ്രശ്നം തന്നെയാണ്. യൂഷ്വലി എല്ലാവരും പറയുന്ന സാധനം ഞാൻ ഉറക്കം വരാത്തതുകൊണ്ടാണ് മാം ഫോൺ നോക്കുന്നത് എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ അല്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉറക്കമില്ലാത്ത രാത്രിയും പിറ്റേ ദിവസം അതിൻ്റെ ഒരു ടെൻഷനും സ്ട്രെസ്സും ഇറിറ്റേഷനൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടോ? ആക്ച്വലി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മളുടെ ഉറക്കവും, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റിയും നമ്മളുടെ മെൻ്റൽ ഹെൽത്തും മൈൻഡ് ബോഡിയും ഒക്കെ ഭയങ്കര കണക്റ്റഡ് ആണ്. നമ്മളുടെ ഉറക്കം നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്ത് ഉറക്കിനെയും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മുബഷിറ റഹ്മാൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം നമുക്കിതിൻ്റെ പിന്നിലുള്ള സയൻസ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബ്രെയിനും അതേപോലെ നമ്മളെപ്പോലെ ഉറങ്ങുന്നില്ല, അത് ഭയങ്കരമായ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് സ്ലീപ്പിൻ്റെ സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഉറങ്ങുന്ന സമയത്ത് ബ്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മെമ്മറി കൺസോളിഡേഷനാണ്. അതായത് അന്ന് നടന്ന എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് ഓരോ അറകളിൽ കൊണ്ടുപോയി ആക്കും നമ്മളുടെ ബ്രെയിന്. ഇന്ന് ഇവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഇവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. രണ്ടാമത്തത് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിൽ അമിഗ്ഡാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതായത് ബ്രെയിനിൻ്റെ ഈ ഒരു പോർഷനായിട്ട് വരും. ഈ അമിഗ്ഡാലയിലാണ് നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ സെക്ഷൽ ഫങ്ഷനിങ്, നമ്മളുടെ ദേഷ്യം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്ന, ഇമോഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് അമിഗ്ഡാല. ഈ അമിഗ്ഡാലയും കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നല്ല പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് നമുക്ക് വേണം. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേസ്റ്റ് റിമൂവലാണ്. നമ്മൾ അന്ന് നടന്ന എല്ലാ കാര്യത്തിലും നമുക്ക് അനാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസിനൊക്കെ ഒഴിവാക്കുക, ബാക്സി ടോക്സിൻസിനൊക്കെ നമുക്ക് ഒഴിവാക്കുക. ഇതൊക്കെ ഈ മൂന്നാമത്തെ കാര്യത്തിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഈ 3 സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ പിറ്റേ ദിവസത്തെ മൂഡിൽ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പിറ്റേ ദിവസം നമുക്കൊരു കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, വർക്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ഹാപ്പിനെസ്സിനെ അത് എഫക്റ്റ് ചെയ്യും. ഈ 3 കാര്യങ്ങളാണ് സയൻറ്റിഫിക്കലി ഈ സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങൾക്കറിയാമോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പുവർ സ്ലീപ്പ് എന്ന് പറയുന്നത്, അതായത് നല്ല സ്ലീപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാവും. അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അതും നമ്മളുടെ പുവർ ആയിട്ടുള്ള സ്ലീപ്പിന് കാരണമാവും. ഇത് രണ്ടും അളിയ ബന്ധമാണ് രണ്ടും തമ്മിൽ. ഓക്കെ, അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന് എങ്ങനെയൊക്കെയാണ് പുവർ സ്ലീപ്പ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, PTSD, അതായത് ട്രോമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ബൈപ്പോളാർ പോലുള്ള മാനിക് എപ്പിസോഡ്സുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്കും ഡിസോർഡറിലേക്കും ഇത് വലിയൊരു റീസൺ ആയിട്ട് മാറുന്നുണ്ട്. അടുത്ത എല്ലാവർക്കുള്ളൊരു സംശയം എന്ന് പറയുന്നത് എത്ര മണിക്കൂർ ഉറങ്ങിയാലാണ് ഒരു ഗുഡ് സ്ലീപ്പ് എന്ന് പറയുക എന്നുള്ളത്. യൂഷ്വലി ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അഡൾട്ട്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ 7 to 9 hours ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇത്ര മണിക്കൂർ ഉറങ്ങണം. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ 9 മണിക്കൂറൊന്നും ഉറങ്ങിയിട്ട് കാര്യമില്ല, ഉറങ്ങുന്ന ടൈം ക്വാളിറ്റി ഉള്ളതല്ലാത്തതാണെങ്കിൽ കൂടിയും അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? അതൊരു റുട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അതിന് നമ്മൾ സ്ലീപ്പ് ഹൈജീൻ എന്നൊക്കെ പറയും. അതായത് നമ്മൾ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ സ്ലീപ്പിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റുട്ടീന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്ക്, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലഞ്ച് ബ്രേക്ക് ഒരു 12.5 മണിക്കൂർ ലോങ് ബെല്ലടിക്കും. ആ ബെല്ലടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വിശപ്പ്, എന്തായാലും ഒരു വിശപ്പിൻ്റെ ഒരു വിളി ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ സൺഡേസിൽ ഈ 12.5 മണിയായി കഴിഞ്ഞാൽ നമുക്ക് വിശക്കില്ല, പക്ഷെ അല്ലാത്ത ഈ സ്കൂളിൽ ആ ബെല്ല് കേൾക്കുമ്പോൾ നമുക്കൊരു വിശപ്പുണ്ടാവും. അതൊരു കണ്ടീഷനാണ്. അതായത് ഇത്ര ടൈം ആകുമ്പോൾ ഇന്ന് ബെല്ല് കേൾക്കുമ്പോൾ നമ്മളുടെ ബോഡിക്ക് മനസ്സിലായി ഓക്കെ വിശക്കാനുള്ള ടൈമായി. അപ്പോൾ വിശപ്പിൻ്റെ നമ്മളുടെ ഗട്ടിലുണ്ടാവുന്ന ജ്യൂസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും വയറ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഉറങ്ങാനായി എന്നുള്ളത് നമ്മളുടെ ബ്രെയിനിന് മനസ്സിലാവണം. നമ്മളെങ്ങനെയാണ് ഇപ്പോൾ യൂഷ്വലി കിടക്കുക, ഒന്നെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ നോക്കി ഒന്നെങ്കിൽ അതേപോലെ നമ്മൾ ഉറങ്ങി വീഴുക ചെയ്യുന്നത്. ഉറങ്ങിയാലായി,
അപ്പോൾ ഇങ്ങനെയല്ലാതെ നമ്മളുടെ ബോഡിക്കും ബ്രെയിനും മനസ്സിലാവണം റെസ്റ്റ് ചെയ്യാനുള്ള സമയമായി, സ്ലീപ്പ് ഹോർമോൺസ് റിലീസ് ചെയ്യാനുള്ള സമയമായി എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു സ്ലീപ്പ് ഹൈജീൻ, രാത്രി കിടക്കുന്നതിന് മുമ്പ് കയ്യും കാലൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു സ്ലീപ്പ് വെയർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അന്ന് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം ഇട്ട് ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് കിടക്കാതെ ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് രാത്രി കിടക്കുമ്പോൾ ഇടുന്ന പജാമാസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും ബെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ സ്ലീപ്പിൻ്റെ പൊസിഷൻ, നമുക്ക് ഈ ഒന്നെങ്കിൽ തലങ്ങും വിലങ്ങും ഒക്കെ കിടക്കുന്നതിന് പകരം എപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് അതേപോലെ നമ്മളുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ, പിന്നെ റൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ്, ഇതൊക്കെ നമ്മളുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ്. നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ മുഖമൊക്കെ കഴുകി സ്ലീപ്പ് പജാമാസ് ഒക്കെ ഇട്ട് നമ്മളുടെ റൂമിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് വാം ലൈറ്റൊക്കെ ആക്കി ബെഡിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിന് മനസ്സിലാവാൻ തുടങ്ങി, ഓക്കെ ഞാനിതാ ഉറങ്ങാൻ പോവാണെന്നുള്ളത്. അപ്പോൾ ബ്രെയിൻ എന്താവും, പതിയെ പതിയെ സ്ലീപ്പ് ഹോർമോൺസ് ഒക്കെ റിലീസ് ആക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ താനെ നമുക്ക് ഉറക്കം വരും. അതല്ലാതെ നമ്മൾ മറ്റു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ, ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ബ്രെയിന് വിചാരിക്കുന്നത് ഈ ബ്ലൂ ലൈറ്റ് കാണുമ്പോൾ ഒക്കെ രാത്രി ആയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ബ്രെയിനിന് ഒരു ഫാൾസ് ഇൻഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഫോണിൻ്റെ ലൈറ്റ് കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഉറക്കം കറക്റ്റായിട്ട് വരാത്തത്. അപ്പോൾ യൂഷ്വലി എല്ലാവരും പറയുന്ന സാധനം ഞാൻ ഉറക്കം വരാത്തതുകൊണ്ടാണ് മാം ഫോൺ നോക്കുന്നത് എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ അല്ല. അപ്പോൾ ഈ ഒരു രീതിയിലൊരു പ്രോപ്പർ റുട്ടീൻ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും. ആൻഡ് ഇത് നമ്മൾ ഇല്ലാത്തൊരു സാധനം പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ 2 ദിവസം നമ്മൾ ട്രൈ ചെയ്തിട്ടും ഇത് പറ്റുന്നുണ്ടാവില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ ഒഴിവാക്കുക പതിവ്. അത് ഒഴിവാക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു 2 വീക്സ് 3 വീക്സ് ഒക്കെ ഇത് ഇങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഈ ഒരു റുട്ടീൻ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ രാത്രി കിടക്കാൻ നേരം കഫീൻ, അതായത് ചായ, കാപ്പി ആൻഡ് അതേപോലെ ഷുഗർ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നതും നമ്മുടെ സ്ലീപ്പിൻ്റെ ആക്ടിവിറ്റീനെ കുറക്കുന്ന സംഭവം തന്നെയാണ്. ഇപ്പോൾ 2025 ആവാൻ പോവാണ്. നമ്മൾ ഡയറ്റും എക്സസൈസും ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ലീപ്പ് എന്ന് പറയുന്നതും. അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി നോക്കുക. നമ്മളുടെ മൂഡ് എൻഹാൻസ് ആവും, നമുക്ക് കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും, നമ്മളുടെ ഓവറോൾ വെൽബീയിങ് നന്നായിട്ട് ബെറ്റർ ആവാൻ തുടങ്ങും, കുറച്ചും കൂടി പ്ലസൻ്റ് ആവാൻ തുടങ്ങും. സ്ലീപ്പിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ കുറേ കാലമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ എന്താ പറയുക പോസിറ്റീവ് സൈഡുകൾ നമ്മൾ കണ്ടു തുടങ്ങും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും പറയാനുണ്ടോ ഇനിയെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളത്? അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ നമ്മളെ അറിയിക്കുമല്ലോ കമൻറ്റുകളായിട്ട്. താങ്ക് യു.